ഉള്ളൂ, അല്ലാതെ വേറെ രീതിയൊന്നുമില്ല. അതാ അപ്പൊ എസ് പി കുമാർക്ക് അറിയാലോ MR അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അതെ, നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് വിജയൻ സാർ നശിപ്പിച്ചു വെച്ചത് അയാളെടുത്തിന്. അതുകൊണ്ട് നമുക്ക് പേര് വിജയൻ സാറാണ് മുഖ്യമന്ത്രിയിൽ ഉദ്ദേശിച്ചത്, ഒരു തർക്കമില്ല. അതേന്ന് മാത്രമല്ല പി വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ച് വെച്ചേക്കണം മുഴുവൻ ഇയാളെടുത്തിനാ. ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവൻ ഉണ്ടായത് ഈ പോലീസിലെ മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നല്ലേ. അദ്ദേഹം മര്യാദയ്ക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പോലില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇവിടെ ഒരുവിധം IPS കാർക്കൊക്കെ അത് അറിയാലോ, ഉണ്ടായിരിക്കല്ലേ. എന്താ ചെയ്യാ, അത് നിങ്ങൾ ഈ വിഷയത്തിൽ പോലും ഇപ്പൊ ഈ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മുഖ്യമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുറിച്ച്, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച്, ആളുകളെയും കുടുംബം നാറ്റിക്കുന്ന വാർത്തകൾ അവരുടെ കയ്യിൽ സ്ഥിതി ഒന്ന് പറയും. അല്ല നിങ്ങളെ പറഞ്ഞ നിങ്ങൾ അജിത്തിന്റെ ആ ഒരു സ്വഭാവം ഈ അറിയുന്ന ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്നവർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്താ? അവിടെയാണ് ഇതിന്റെ വിഷയങ്ങൾ. എന്റെ കാര്യത്തിൽ നാളെ എനിക്ക് ഒന്നും പരിഹാരമാക്കി ഞാൻ തിങ്കളാഴ്ച മനസ്സമാനമായിട്ട് ജോലി ചെയ്തിട്ടെ ഒരു മെയിൽ അയക്കി പ്ലീസ്. നാളത്തെ ഒരു ദിവസം കൂടി തരും SP. ഞാനെന്താ വെച്ചാൽ ഞാൻ വിളിച്ചോളാം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അല്ല ഞാൻ എപ്പോ എന്നെ നിങ്ങൾ വിളിക്കണോ രാത്രി 9:30 ശേഷം 9:30 10 o'clock ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തുള്ളൂ. വഴിയിലൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല, വണ്ടിയിൽ ആളുകളുണ്ടാവും ഒക്കെ. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ വയ്യല്ലോ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, നാളെ അനുകൂലമായിട്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മുടെ ലീഡർഷിപ്പിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെങ്കിൽ എനിക്കൊരു വിഷയമില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ ഒറ്റ കാര്യം കൂടി SP ചോദിച്ചോട്ടെ. ഇങ്ങനെ ഒരു എൻക്വയറിക്ക് പോയി കഴിഞ്ഞാൽ SPക്ക് ഇതിൽ എന്തെങ്കിലും വിഷയം വരുമോ? അല്ല, എൻക്വയറി ഓൾറെഡി നടക്കുന്നുണ്ട്, അതൊന്നും ആകത്തില്ല. എന്റെ പ്രശ്നം ഞാൻ പുറത്തു വന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കസ്റ്റോഡിയൽ ഇഷ്യൂസ് തുടങ്ങി. ഇങ്ങോട്ടേക്കുള്ള അറ്റാക്കുകൾ മുഴുവൻ നേരിടുമ്പോൾ എനിക്കത് ഫേസ് ചെയ്യാനായിട്ടുള്ള, അത് MLA കൊടുത്തൊരു പരാതി എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥയില്ല. മാനസികാവസ്ഥ മനസ്സിലാക്കിയാൽ അതൊക്കെ പരാതി നിങ്ങൾക്ക് മെയിലിലാണ് ഡിലീറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടോന്ന് ചോദിച്ചു. അറിയാലോ, അത് മനസ്സിലായി. അപ്പൊ പിന്നെ ഈ ഇതിൽ നിന്ന് നമുക്ക് ഇതിന് തെളിവുണ്ട്. MLA അതൊന്നും എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തുകൂടെ? ഈ പരാതിയുമായിട്ട് തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒരു MLA ഒരു എത്രയോ ക്ലൈമേഷന്റെ ഇഷ്യൂ, അത് ഇത് എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ പോലെ ശശിനെ പിടിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? എന്നോട് നിങ്ങൾക്ക് സ്നേഹമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് എന്നോട് എത്രയില്ലല്ലോ. നമുക്ക് ഒരാളോട്